വധൂവരന്മാർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് നൽകുന്ന 2500 സ്ക്വയർ ഫീറ്റിലെ വിശാലമായ ഷോറൂം ഹന ട്രിങ്കറ്റ്സ്. ട്രെൻഡ്സിനും ബസ് സ്റ്റാൻഡിനും മധ്യേ വടക്കാഞ്ചേരി. വധുവിന്റെ മനസ്സിനിണങ്ങിയ ഡിസൈൻസ് കസ്റ്റമൈസ് ചെയ്ത് റെന്റിന് നൽകുന്നു. ആര്യ വർക്ക്സ്, സർദോസി മുതലായ ഹാൻഡ് വർക്ക്സും സ്റ്റിച്ചിങ്ങും ചെയ്തു കൊടുക്കുന്നു. ആഭരണങ്ങളുടെ വ്യത്യസ്തമായ കളക്ഷനും വധൂവരന്മാരുടെ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഹന ട്രിങ്കറ്റ്സ്, വടക്കാഞ്ചേരി. ഇടത് വലത് മുന്നണികളുടെ വോട്ട് കച്ചവടത്തിന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടിന്റെയും ഭാഗമായാണ് കേരള നിയമസഭയിൽ ബിജെപിയുടെ ശബ്ദം മാറ്റി നിർത്തപ്പെട്ടതെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ വടക്കാഞ്ചേരിയിൽ പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിച്ച കടകംപള്ളിയിൽ LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി കോൺഗ്രസ് അപ്രസക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിയെന്നും ഇത്തരത്തിൽ സംസ്ഥാനത്തിൽ ബിജെപിയുടെ 7 സീറ്റുകൾ ഇല്ലാതാക്കിയെന്നും അവർ കൂട്ടിച്ചേർത്തു. ബിജെപിയുടെ 1/2 ഡസൻ പ്രതിനിധികൾ നിയമസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അമ്പലത്തിന്റെ സ്വർണം പൊളിക്കാൻ തന്റെ ഇടമുള്ള ഏതെങ്കിലും ഒരു മന്ത്രി കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകില്ലായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 29 പാർലിക്കാട് വെസ്റ്റ് ബിജെപി സ്ഥാനാർത്ഥി ബാബു വാര്യരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം സംഘടിപ്പിച്ച കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ പാർട്ടി ഇന്ന് ചെറിയ ഒരു പാർട്ടിയല്ല. നമ്മൾ ഛത്തീസ്ഗഡ് ഭരിക്കുന്നു, രാജസ്ഥാൻ ഭരിക്കുന്നു, മധ്യപ്രദേശ് ഭരിക്കുന്നു, ഉത്തർപ്രദേശ് ഭരിക്കുന്നു, ഗുജറാത്ത് ഭരിക്കുന്നു, മണിപ്പൂർ ഭരിക്കുന്നു, അതുപോലെ ആന്ധ്ര ചന്ദ്രബാബു നായിഡുവിനെ പോലെയുള്ള പഴയകാലത്തെ റെഡ്ഡിയെ പോലെയുള്ള ആളുകൾ. അതായത് ഇന്ന് രാജ്യത്ത് 16ഓളം വരുന്ന സംസ്ഥാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്കും 5ഓളം വരുന്ന സംസ്ഥാനങ്ങൾ ഘടകകക്ഷികളുടെ നേതൃത്വത്തിലും ഭരിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടി എന്തുകൊണ്ട് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് പലരെയും കാണുന്നില്ല എന്ന ചോദ്യം ഇപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ എത്തിയ സ്ഥിതിക്ക് അതിനുകൂടി ഉത്തരം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ 2ാം സ്ഥാനത്ത് വന്നു. ഞാൻ 2ാം സ്ഥാനത്ത് ജയിക്കാതിരിക്കാനുള്ള കാരണം അപ്രസക്തനായ ഒരാളെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കടകംപള്ളി സുരേന്ദ്രനെതിരെ കോൺഗ്രസ് നേതൃത്വം നിർത്തി. എന്താ കാരണം? ശോഭാ സുരേന്ദ്രൻ മത്സരരംഗത്ത് വരുന്നു എന്നുള്ള സൂചന കേട്ടു. അതും അമ്പലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച ശ്രീമാൻ കടകംപള്ളിയുടെ എതിരാളിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രൻ ജയിക്കാതിരിക്കാൻ വേണ്ടി എന്ത് സംഭവിച്ചു? കോൺഗ്രസിന് താല്പര്യം ഇടതുപക്ഷം ജയിക്കുന്നതാണ്. അങ്ങനെ കടകംപള്ളിയുമായി അവർ അണിയറയിൽ രാഷ്ട്രീയ സഖ്യമുണ്ടാക്കിയിട്ട് ആർക്കും അറിയാത്ത ഒരു ലാൽ എന്ന് പറയുന്ന ഒരാളെ കടകംപള്ളി പോലെയുള്ള അന്നത്തെ ഒരു 2 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്കെതിരെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് കുറച്ച് വോട്ടുകൾ UDFൻ്റെ മറച്ചു കൊടുത്ത് കടകംപള്ളിയെ വിജയിപ്പിച്ചു. ഞാൻ 2ാം സ്ഥാനത്ത് വന്നു. അതിന് തൊട്ടു മുമ്പ് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തകർ 6 പേരെ പരാജയപ്പെടുത്തി. ശ്രീമാൻ കുമ്മനം രാജശേഖരൻ ജി, അതുപോലെ ശ്രീമാൻ K സുരേന്ദ്രൻ തുടങ്ങി 7 പേർ കേരളത്തിൽ അങ്ങനെ വോട്ട് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് BJPയുടെ 7 MLAമാരെ പുറത്തു നിർത്തി. ഇതിന് തൊട്ട് മുമ്പ് എനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയത്, അപ്പോൾ 5 വർഷം കഴിഞ്ഞു. ഇവരുടെ ഈ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം കൊണ്ട് 5 വർഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ 7 പേരെയാണ് MLAമാരാവാതിരിക്കാൻ ഇവർ കിണഞ്ഞ് പരിശ്രമിച്ച് കേരള നിയമസഭയിൽ BJPയുടെ ശബ്ദമില്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള കൂട്ടായ്മയാണ് അവർ നടത്തിയത്. ഞാൻ ഉൾപ്പെടെയുള്ളവരെ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരള നിയമസഭ കാണിക്കാതിരിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്യുന്നത് ഈ 2 മുന്നണികളുടെയും തലതൊട്ട നേതാക്കന്മാരാണ്. എന്താ കാരണം? കാരണം നമ്മുടെ ശോഭ എന്നുള്ള വാക്കല്ല, സുരേന്ദ്രൻ എന്നുള്ള വാക്കല്ല, പക്ഷേ താമര ചിഹ്നത്തിൽ ജയിച്ച് കേരള നിയമസഭയിൽ 1/2 ഡസൻ പേർ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അമ്പലത്തിൻ്റെ സ്വർണം പൊളിക്കാൻ തൻ്റെ ഇടമുള്ള ഏതെങ്കിലും ഒരു മന്ത്രി ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാകില്ലായിരുന്നു. മുണ്ടത്തിക്കോട് ഏരിയ പ്രസിഡന്റ് സുകേഷ്, ജില്ലാ കമ്മിറ്റി അംഗം രാജു S, ബാബു പൂക്കുന്നത്ത്, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണ വാര്യർ, പാർലിക്കാട് വെസ്റ്റ് BJP സ്ഥാനാർത്ഥി ബാബു വാര്യർ, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിബു പാർലിക്കാട്, PV വസന്ത തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം.